ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സജ്ജാദ് സഗീർ. എല്ലാവർക്കും ഓണ ആശംസകൾ നേർന്നുകൊള്ളുകയാണ്. ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പെരി പെരി അൽഫാം. പെരി പെരി അൽഫാം എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ മസാല കൂട്ടാണ്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഹോട്ടലുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് വരാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളിത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക. എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം. പെരി പെരി അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അറബിക് മസാല പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 4-5 വറ്റൽമുളക് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് വേണ്ടത് 1 കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അളവിന് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് ഒക്കെ ഒന്ന് പുറത്ത് വന്നാൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ അറബിക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മസാലയും കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം. പിന്നെ നമ്മളൊരു കൈപ്പിടി അളവിന് മല്ലിയില കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ച മസാല ഇവിടെ പ്രിപ്പയർ ആയി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന അറബിക് മസാലയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പെരി പെരി സോസും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിന് ചതച്ച മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ടേ ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ഒരു ടാങ്കിയും സ്വീറ്റും ആയിട്ടുള്ള സോസാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പെരി പെരി സോസ് തയ്യാറായി. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ പച്ച മസാല, ഒരു അതേ അളവിന് തന്നെ നമുക്ക് നമ്മുടെ അറബിക് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇവിടെ ഞാനൊരു 1-1.5 ടീസ്പൂൺ അളവിന് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ നോർമൽ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണം. അതൊരു 1-1.5 ടീസ്പൂൺ അളവിന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 നാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ തീരെ വെള്ളമൊന്നും ഇല്ലാണ്ട് വാർത്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ചിക്കൻ, അപ്പോഴാണ് നല്ല പ്രോപ്പറായിട്ട് ഉള്ളിലൊക്കെ മസാല പിടിക്കുള്ളൂ.
നമ്മൾ ഈ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാരിനേഷനൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 7 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. നമുക്ക് ഇപ്പം 7 മണിക്കൂർ വെച്ചില്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇനി നമ്മൾ ഒരു 7 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാനിലേക്ക് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിന് സൺഫ്ലവർ ഓയിൽ പാനിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് മിനിമം ഒരു 1/2 മണിക്കൂർ മുന്നെയെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കണം. അതായത് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അന്ന് അപ്പുറവും ഇപ്പുറവും മറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ഇത് 2 സൈഡും ഓരോ 10 മിനിറ്റ് വീതം കുക്കായി വന്നാൽ മതിയാവും. അതായത് മൊത്തത്തിലൊരു 20 to 25 മിനിറ്റോളം കുക്കാവുമ്പോഴത്തേക്കും നല്ല പ്രോപ്പറായിട്ട് അകമൊക്കെ വെന്തിട്ടുണ്ടാവും. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, എങ്കിൽ അകം വേകാണ്ട് പുറം കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് അപ്പുറവും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മൊത്തം ഒരു 20 to 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഈ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതൊരു 90% കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പെരി പെരി സോസ് അതിൻ്റെ പുറത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അപ്പുറം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ പെരി പെരി മസാല തേച്ചതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. എത്രത്തോളം പെരി പെരി ഫ്ലേവർ വേണോ അത്രത്തോളം സോസ് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. 2 സൈഡ് നമുക്ക് നന്നായിട്ട് ഈ ഒരു മസാല തേച്ച് കൊടുക്കാം. ഈ മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെരി പെരി അൽഫാം ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാം തയ്യാറായി കഴിഞ്ഞു. ഇപ്പം ഇതിനോട് നമ്മൾ കഴിക്കുന്നത് മന്തിയുണ്ട്, അതുപോലെ സൽത്തയുണ്ട്, മയോണീസ് ഉണ്ട്. ഈ മന്തി ഉണ്ടാക്കുന്നതും ഈ പറയുന്ന സൽത്ത ഉണ്ടാക്കുന്നതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. അത് അടുത്ത വീഡിയോയിലേക്ക് നമുക്കത് കാണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് മന്തി കുറച്ചെടുക്കാം. ബെസ്റ്റായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി സ്വന്തമാക്കി കഴിക്കുക. കാരണം വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനെ അപേക്ഷിച്ച് നമ്മൾ സ്വന്തമായി വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നത് എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഒരു കെമിക്കലും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.